ഇനി ചാതുർവർണ്ണയത്തിലെ ബ്രാഹ്മണം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെന്ന് പറയുന്നത് ജൂദ്രം എന്നാണ് പറയുക. വർണ്ണാശ്രമത്തിലെ ജൂദ്രം എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ വനപ്രസ്ഥന്മാരെന്ന് കൂടി വേണം പറയുക. അത് നമ്മൾ പൊതുവേ പറയുന്നതാണ് വനപ്രസ്ഥൻ. അപ്പോൾ ഈ ജൂദ്രം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് ഈ ഞാൻ പറഞ്ഞു ഒരു വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള 4 വാക്കുകളാണ്. അപ്പോൾ ഒരു സിനിമ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഞാൻ ബ്രാഹ്മണം എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് ആ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല ഗുണങ്ങളുള്ള ആൾക്കാരെ തമ്മിൽ കൂട്ടിച്ചേർപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ 4 റോളുകളുണ്ടാവും. അതിൽ ഒരു റോളാണ് ബ്രാഹ്മണം. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, എഴുത്തുകാർ. ഇതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ് ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുന്ന ആ സെക്ഷനെയാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവരുടെ ഡയലോഗുണ്ട്, ഇതെല്ലാം അവിടെ റെഡിയാണ്. ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യണ്ടേ? ഇതിലെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാനായിട്ട് ആൾക്കാർ വേണം. അവിടെ എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് അഭിനയിക്കാൻ ആൾക്കാർ വേണം. അതേപോലെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ, അതായത് ഇതിൻ്റെ സിറ്റുവേഷൻസ്, അവരഭിനയിക്കുന്ന റൂമുകൾ, മറ്റുള്ള കാര്യം, ഇതിൻ്റെ ഡെക്കറേഷൻസും മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ക്രമീകരിച്ച് ആർട്ട് ഡയറക്ഷൻ ചെയ്യാൻ ആൾ വേണം. പിന്നെ ഈ ആക്ടേഴ്സിനെ കോസ്റ്റ്യൂം ചെയ്യാൻ ആൾക്കാർ വേണം, ആ കഥാപാത്രമാക്കി മാറ്റാനായിട്ട്. പിന്നെ ഈ കഥ പറയുന്നതിൻ്റെ കറക്റ്റ് ആംഗിളിലും കറക്റ്റ് രീതിയിലും ആ വിഷ്വൽസിന് ഒപ്പിയെടുക്കാൻ അതിന് ചെയ്യേണ്ട സിനിമാറ്റോഗ്രാഫർ വേണം. പിന്നെ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ എഡിറ്റേഴ്സ് വേണം. പിന്നെ അതിൻ്റെ അകത്ത് മ്യൂസിക് ചേർക്കാനായിട്ടുള്ള ആൾ വേണം. ഇവരെല്ലാവരും എന്താണ്? ഇവരാണ് ജൂദ്രന്മാർ. മനസ്സിലായി? ഒരു സിനിമയിലെ ജൂദ്രൻ എന്ന് പറയുന്നത് ആക്ടേഴ്സ്, ആർട്ട് ഡയറക്ടേഴ്സ്, കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, സിനിമാറ്റോഗ്രാഫർ, പിന്നെ മ്യൂസിക് കമ്പോസർ, വീഡിയോ എഡിറ്റേഴ്സ്, പിന്നെ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ഇവരാണ് ജൂദ്രന്മാർ. ഇവരാണ് ഇപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപരേഖനെ മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാർ. ഈ ജൂതന്മാരില്ലെങ്കിൽ ഈ എഴുതി വെച്ച സ്ക്രീൻ പ്ലേയും അതിൻ്റെ ഇതെങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ള സ്ട്രക്ചറുകളെല്ലാം യൂസ്ലെസ് ആണ്. ഇത് മെറ്റീരിയലൈസ് ചെയ്യാൻ ആൾക്കാർ വേണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് മാറാൻ അവിടെ ആക്ടേഴ്സ് വേണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കോണ്ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സ് വേണം. കഥാപാത്രങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കോസ്റ്റ്യൂം ഡയറക്ടേഴ്സ് വേണം. പിന്നെ ഇത് ചെയ്യാനായിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ വേണം, ഒപ്പിയെടുക്കാൻ. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോ എഡിറ്റേഴ്സ് വേണം. പിന്നെ ആ കോണ്ടെക്സ്റ്റുകൾക്കും ക്യാരക്ടേഴ്സുകൾക്കും പിന്നെ ഊർജവും പിന്നെ എന്താ പറയുക, ഇതെല്ലാം കൊടുത്ത് കാണിക്കാൻ വേണ്ടി മ്യൂസിക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ വേണം. ഇങ്ങനെ അതിനെ മെറ്റീരിയലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ജോലികളും ജൂദ്രമാണ്. ഒരു സിനിമയിലെ ജൂദ്രന്മാരാണ് അവർ. ശൂദ്രന്മാരല്ല, ജൂദ്രന്മാർ. അപ്പോൾ ഇതാണ് ഒരു സിനിമ എന്ന് പറയുന്ന വ്യവസ്ഥയിൽ ജൂദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണം എന്താണെന്ന് പറഞ്ഞു, ഇതാണ് ജൂദ്രം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ മോഹൻലാൽ ഒരു ജൂതരനാണ് സിനിമയിലെ, മനസ്സിലായോ? അതേപോലെ മമ്മൂട്ടി ഒരു ജൂതരനാണ്, സിനിമാറ്റോഗ്രാഫർ ഒരു ജൂതരനാണ്. ഇതൊക്കെ നല്ല ശ്രേഷ്ഠമായ വാക്കുകളാണ്, മനസ്സിലായോ? ഇതിനെ മോശമാക്കി ചിത്രീകരിച്ചതാരാ? ജൂതരന്മാർ. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ചിത്രം തന്നെ നിങ്ങൾ നോക്കൂ. അതായത് ഈ ബ്ലൂ പ്രിൻറ്റിനെ മെറ്റീരിയലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണോ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്, ആ മെറ്റീരിയലൈസ് ചെയ്യാൻ, അവരാണ് ജൂതരന്മാർ. ഡയറക്റ്റ് ജനങ്ങളുടെ മുമ്പിലോട്ട് കൊടുക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ കൊടുക്കുന്നതാണ്. ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആ ചെയ്യുന്ന സാധനമാണ് ജനങ്ങൾ കാണുന്നത്. ഒരു ആക്ടർ അഭിനയിക്കുന്നതാണ് അയാൾ കാണുന്നത്. ഒരു സിനിമാറ്റോഗ്രാഫ് ഒപ്പിയെടുക്കുന്നതാണ് ഈ ആൾക്കാർ കാണുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മ്യൂസിക്കാണ് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഡയറക്റ്റ് ജനങ്ങളിലോട്ട് ചെല്ലുകയാണ് ഇതെല്ലാം ഓരോരോ ഗുണങ്ങളായിട്ട്. അത് കൊടുക്കുന്നത് ആരാണ്? അത് ജൂതരന്മാരാണ് കൊടുക്കുന്നത്. അതാണ് അവർ, വനപ്രസ്ഥന്മാരാണ്. അപ്പോൾ സിനിമയിൽ ആ ഏരിയനെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് ഇന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു പേരുണ്ടാവുമായിരിക്കും. ഒറിജിനൽ പേര് ജൂദ്രം എന്നാണ്, മെറ്റീരിയലൈസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ജൂതരന്മാരുടെ ഒരു ഗണപ്പുറത്തുണ്ട്, ബ്രാഹ്മണന്മാരുടെ ഒരു ഗണമുണ്ട്. ഇവർ രണ്ടുപേരുമാണ് അവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? ഇതാണ്
ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടി ഗുണങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് വലിയൊരു സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ, ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന രണ്ടാമത്തെ റോളാണ് ജൂദ്രം എന്ന് പറയുന്നത്.